വിധിയെല്ലാം മനുഷ്യപുത്രനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കും. ആ വിഷയങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകാത്ത ഓരോ കാര്യങ്ങൾ ദൈവത്തിനെ ഏൽപ്പിക്കാനുള്ളതാണ്, അല്ലാതെ വിധി പ്രസ്താവിക്കാനുള്ളതല്ല. നമുക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കാനുള്ളതാണ്. കർത്താവെ അതെനിക്ക് മനസ്സിലാവണില്ല, അത് ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കണമെന്ന് പറയും. പക്ഷേ ഒരു കാര്യം ആ വക്കീൽ പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞത്? എൻ്റെ മുമ്പിലുള്ള ഡ്യൂട്ടി എന്താ? എന്നെ ആശ്രയിക്കണ, അഭയം പ്രാപിക്കണ കക്ഷിയെ ഏൽപ്പിക്കുക. അത് തന്നെയാണ് അമ്മ ചെയ്യണത്. ഞാൻ പറയും, അമ്മ ഇവനെല്ലാം ശിക്ഷ മേടിക്കും. കാര്യം ഒരു സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഒരു മുനിസിപ്പൽ കോടതിയിൽ നിന്ന് മജിസ്ട്രേറ്റ് വിധി പ്രസ്താവിച്ചതിന് ശേഷം പറയുകയാണ് ഇവൻ സുപ്രീം കോടതി പോലും പണി മേടിക്കുമെന്ന്. അപ്പോൾ അവൻ പറയുകയാണ് എൻ്റെ ശരീരം മുഴുവൻ ആസകളെ തളർന്നു പോയി. കാര്യം ആ വക്കീലും മജിസ്ട്രേറ്റും തമ്മിൽ നല്ല സ്നേഹബന്ധം ഉള്ളതാണ്. അപ്പോൾ അവർ സുഹൃത്ത് മുറക്ക് പറഞ്ഞതാണ് ഇവനെ ഇങ്ങനെ 33 സാക്ഷികളെ വെച്ചിരിക്കുക, അതിനെതിരെ അത്രയും കേസും വരികയാണ്. അപ്പോൾ ഇവൻ സുപ്രീം കോടതി പോലും പണി മേടിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കേട്ട്, പ്രതി കേട്ടെന്ന്. അപ്പോൾ ഞാൻ വന്ന് ഉടമ്പടി ചെയ്തെന്ന്. എന്താണ്? എൻ്റെ വക്കീലെ മാറ്റിയിട്ട് ഞാൻ വേറെ വക്കീലിനെ വെച്ചെന്ന്. പ്രൈസ് ദി ലോർഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അമ്മയെ വക്കീലായിട്ട് വെച്ചു. പിന്നെ അവൻ പോയി കോടതി നിൽക്കുന്ന രസമുണ്ട് കാണാൻ. അമ്മ വക്കീലിനോട് ചോദിക്കുമ്പോൾ അമ്മ വക്കീലാകുമ്പോൾ എന്താ ചോദിക്കണത്? ജഡ്ജിയുടെ അന്തരംഗങ്ങളിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കണത് ആരാണ്? അമ്മയാണ്. പിന്നെ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചു. അടുത്ത കേസ് വന്നപ്പോൾ ജഡ്ജി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ പ്രതിഭാഗം വക്കീലിന് രേഖ വെക്കാൻ അറിയാൻ പാടില്ല, വന്ന് പപ്പടിച്ച്. അപ്പോൾ കേസ് സ്റ്റോപ്പ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിധിയായി, എന്നെ വെറുതെ വിട്ടെന്ന്. അപ്പോൾ ഞാൻ ഈ കാശുര്യം വെച്ചുകൊണ്ട് നിൽക്കരുതെന്ന്, ഉടമ്പടി കാശുര്യം വെച്ചുകൊണ്ട് കൂട്ടി നിൽക്കണമെന്ന് അവർ പറയുമ്പോഴേ 12 കൊല്ലം ശിക്ഷ മേടിക്കാനുള്ള കാര്യമാണ്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മേ 12 കൊല്ലം ശിക്ഷ മേടിക്കാനുള്ള വിഷയമൊക്കെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ഇവൻ പോയി പഴയതുപോലെയൊക്കെ ജീവിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെ ജീവിക്കത്തില്ല. എന്താ കാര്യം? അമ്മയുടെ കൃപയുണ്ടാകും. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കണം. എന്താണ്? ദൈവമേ എനിക്കൊരു ചാൻസ് താ, എനിക്കൊരവസരം താ. ഞാൻ ദൈവത്തെ അറിഞ്ഞ മകനായി ഇപ്പം ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്, കടത്തിൽ, രോഗത്തിൽ ഞാൻ അകപ്പെട്ടു. അപ്പോൾ അമ്മയെ ദൈവത്തോട് നീ പറയണം, ദൈവമേ എനിക്കൊരു അവസരം താ. ഇപ്പം നമ്മൾക്കെല്ലാം വേണ്ടി ആരാധന ജീവനോട് ദിവ്യകാരുണ്യം ഇടിയിരിക്കുമ്പോൾ ഈശോൻ്റെ അമ്മ എന്താ പറയണത്? അമ്മയെ ഈശോ കുറേ മക്കൾ വന്നിട്ടുണ്ട്. അവർ വളരെയേറെ അവിടെ ശരീരവും ഹൃദയമൊക്കെ ഇങ്ങനെ ഉഴുത് മറിച്ചതുപോലെ ഉറക്കം പോലും ഇല്ലാതെ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ അവരുടെ പഴയ കാലങ്ങളൊന്നും നീ തിരിഞ്ഞു നോക്കരുത്, പക്ഷേ നീ എന്നെ നോക്കിയാൽ മതി. അവിടെ കാര്യങ്ങളിലേക്ക് നോക്കരുത്. അവർക്ക് നീ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അവർ നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കും. നിങ്ങൾ അങ്ങനെ ദൈവത്തോട് പറഞ്ഞ്, പരിശുദ്ധ അമ്മ വഴി പറഞ്ഞ്, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മയെ പരിശുദ്ധ അമ്മേ, പല വിഷയങ്ങളിലും ഞാനും എൻ്റെ കുടുംബവും പെട്ടുപോയിരിക്കുന്നു. ഞങ്ങൾക്കൊരടി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, സഹായിക്കാൻ ആളുമില്ല. ആരെല്ലാം സഹായിച്ചാലും ഒന്നും ഒക്കാത്ത അവസ്ഥയിൽ ഞാൻ മുങ്ങിപ്പോയിരിക്കുകയാണ്. അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എനിക്കൊരവസരം തന്ന് ഞാൻ രക്ഷപ്പെട്ടാൽ, ഞാൻ സൗഖ്യപ്പെട്ടാൽ, എൻ്റെ കടങ്ങൾ പരിഹരിക്കപ്പെട്ടാൽ ഞാൻ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു കൊള്ളാം. ഇത് പ്രതിജ്ഞ. ശ്രുതികട ഹല്ലേലൂയ. കരങ്ങളിയൊട്ടിക്കൊണ്ട് സമർപ്പിക്കട്ടെ. താവയില്ലാതെയോട് സമർപ്പിക്കുന്ന കർത്താവേ ആദിക്കുന്നു. ആരാധന ദൈവമേ ആരാധന. സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് എല്ലാവരും ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ. മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്നും ആനന്ദമേ. ദൈവം തന്നോരമ്മ, യേശുവിൻ്റെ അമ്മ, നന്മ നിറഞ്ഞോരമ്മ, ഭൂലോകത്തിനമ്മ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മുടെ ആസ്തികളെ മനസ്സിലായില്ലേ? ഇപ്പം എന്താ പറഞ്ഞത്? 2 വചനങ്ങൾ പറഞ്ഞായിരുന്നു. ഒന്ന് കൊളോസ്യസ് 1:24. നമുക്ക് അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവം വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണം. എന്നിട്ട് പൗലോസ് അപ്പോസ്തലൻ്റെ എല്ലാ സഹന സാഹചര്യങ്ങളെയും പറഞ്ഞു. കാര്യം അദ്ദേഹമാണ് ആ വചനം പറഞ്ഞിരിക്കുന്നത്.
ചെമ്പുപണിക്കാരൻ അലക്സാണ്ടർ മുതൽ അദ്ദേഹം കടലിൽ അപകടം ഉണ്ടായതും തോട്ടിൽ അപകടം ഉണ്ടായതും പുഴയിൽ അപകടം ഉണ്ടായതും കള്ളന്മാർ ആക്രമിച്ചതും അദ്ദേഹത്തെ കവർന്നെടുത്തതും സ്വത്ത് വഹിച്ചെടുത്തതും മേലങ്കി എടുത്തു മാറ്റിയതും ഇങ്ങനെ നഗ്നനായി തെണ്ടിയാക്കി മാറ്റിയതെല്ലാം ആരോടും പരിഭവമില്ല. എന്താണ്? അതെല്ലാം ആസ്തിയാണെന്നാണ് പറയുന്നത്. എന്തിനുള്ള ആസ്തിയാണ്? റോമ 8:18 ആസ്തിയാണ്. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തിന് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ആസ്തിയാണ്. ആ കണ്ട എല്ലാ നഷ്ടങ്ങളും കഷ്ടങ്ങളും കർത്താവിൻ്റെ നാമത്തിലാക്കി കളയുമ്പോൾ എന്ത് സംഭവിക്കും? കർത്താവ് മഹത്വപ്പെടും. ദൈവവേദനെ നമ്മുടെ കഷ്ടങ്ങളും നഷ്ടങ്ങളും കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ കൂട്ടിവെക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം മഹത്വപ്പെടും. ദൈവം മഹത്വപ്പെട്ടാൽ എന്ത് സംഭവിക്കും? പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. യോഹന്നാൻ 17:4. ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ. അങ്ങേപ്പക്കലുള്ള മഹത്വമാണ് റോമ 8:18. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടങ്ങൾ തുലവും നിസ്സാരമാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കൊച്ചു വേദനയും വിഷമവും പ്രയാസങ്ങളും പ്രാരാബ്ധങ്ങളും രോഗങ്ങളും കൊണ്ട് നിത്യമഹത്വം യേശുക്രിസ്തു നേടിയ നിത്യമഹത്വം നമ്മളെ ഏറ്റുമേടിക്കാൻ വേണ്ടി ദൈവം നമുക്ക് സമ്മാനമായി നൽകാൻ വേണ്ടിയുള്ള ക്രമീകരണമാണ് ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിനാണെന്നും മഹത്വം. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം സഹനവും സഹന സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കുരിശിനെ കൂടി വെച്ചിട്ട് മഹത്വത്തിന് നിത്യമഹത്വത്തിൻ്റെ അഡ്വാൻസ് ആക്കി മാറ്റണമെന്ന്. എന്താണ് അച്ചാരം? നിത്യമഹത്വത്തിൻ്റെ അച്ചാരം എങ്ങനെയാണ് സകല സാഹചര്യം കാണുന്ന? ഫസ്റ്റ് പോയിന്റ് ഈസ് ഓവർ. സെക്കൻഡ് പോയിന്റിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് 2 ചേച്ചിമാരുടെ സാക്ഷ്യമാണ്. ഇത് ഞാൻ അകത്തിരുന്ന് കേട്ടതാണ്. ഒരു അമ്മച്ചി, ഇപ്പോൾ ഇത്തിരി വണ്ണാക്കോട് അമ്മച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അമ്മച്ചി പറഞ്ഞത്, ഞാൻ കൃപാസനത്തിലോട്ട് പോരാൻ നേരത്തെ ഈ സ്ഥലം അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ എനിക്കൊന്ന് തിരുവല്ല ഇവിടെ സൈഡിൽ നിന്ന് വന്ന അമ്മച്ചിയാണെന്ന് തോന്നണം. അപ്പോൾ സ്ഥലമൊക്കെ അറിയാൻ പറ്റാത്ത കാരണം തിരക്ക് പിടിച്ച് പരവേശത്തിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് കല്ലെത്തട്ടി വീണെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി? പറഞ്ഞല്ലേ? ഞാനത് കേട്ടു. എന്നിട്ടും അവർ വീണെങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് ആ പ്രായത്തിൽ ആ ശരീരം കൊണ്ടുമൊക്കെ വീണ് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും. ശരിക്കും നീരും വല്ലാത്തൊരവസ്ഥ. പിറ്റേ ദിവസമൊക്കെ എഴുന്നേക്കാൻ പറ്റത്തില്ല. എങ്കിലും അവരിവിടെ വന്നപ്പോൾ എന്ത് പറ്റി? രണ്ടാമത്തെ കുഴപ്പമായി. എന്താ രണ്ടാമത്തെ കുഴപ്പം? ഇവിടെ ആരും ഇല്ല. മിക്കവാറും 5-ാം ചൊവ്വാഴ്ചയായിരിക്കും. ചൊവ്വാഴ്ചയാണ് വന്നെന്നുണ്ടെങ്കിൽ 5-ാം ചൊവ്വാഴ്ചയായിരിക്കും വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് 5-ാം ചൊവ്വാഴ്ച ഒക്കെ പ്രാർത്ഥനയില്ലല്ലോ. 5-ാം ചൊവ്വാഴ്ച അങ്ങനെ ഉണ്ടാവത്തില്ല. ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് ഒരു 5-ാം ചൊവ്വാഴ്ച വരണത്. അപ്പം അന്ന് മിക്കവാറും അമ്മച്ചി 5-ാം ചൊവ്വാഴ്ചയാണ് വന്നെന്ന് തോന്നുന്നത്. അല്ല, അന്ന് ഉടമ്പടി ചെയ്യാൻ ഒത്തില്ല. വലിയ ആഗ്രഹിച്ച് വന്നതാണ്, ചെയ്യാൻ ഒത്തില്ല. പക്ഷേ അമ്മച്ചി എന്ത് ചെയ്ത്? പിറ്റേ ദിവസം വന്നു അല്ലേ? അതിനാണ് പിറ്റേ ദിവസം വന്നു. അപ്പോൾ നിങ്ങൾ ഓരോ വിഷയം നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ദൈവകൃപ ജനറേറ്റ് ചെയ്യണത് ചില സാഹചര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മത്സ്യത്തിലാണ് സഹോദരങ്ങളുടെ പ്രാർത്ഥനയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച നടന്നത്. അപ്പോൾ അവർ കടലിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഇരുട്ട് തക്കം നോക്കും. എന്നിട്ട് കഴിഞ്ഞാൽ നിലാവില്ലാത്ത കറുത്ത പക്ഷങ്ങൾ നോക്കും. കറുത്ത പക്ഷങ്ങൾ എന്തിനാണ് നോക്കണത്? കറുത്ത പക്ഷങ്ങൾ വെളുത്ത പക്ഷങ്ങളിൽ പണിക്ക് പോയി കഴിഞ്ഞാൽ, കടലിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ നിലാവ് വീണിട്ട് വെള്ളം ഇങ്ങനെ കാണാൻ പറ്റും. വല ഇറക്കി ചൂണ്ടയൊക്കെ ഇറക്കി കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന വലയെക്കുറിച്ച് കാണാൻ പറ്റും. അപ്പോൾ എന്തോ അപകടം മനസ്സിലാക്കിയിട്ട് ജന്മവാസന കൊണ്ട് ഇതുങ്ങളൊക്കെ മാറിക്കളയും. വലയിലൊന്നും വന്ന് കൊള്ളത്തില്ല. അതുകൊണ്ട് ഇരുട്ട് തക്കം നോക്കിയാണ് ഇവർ പണിക്ക് പോകുന്നത്, രാത്രി പണിക്ക് പോകുന്നവർ. അതുപോലെ ജീവിതത്തിൻ്റെ ആ ഇരുട്ട് തക്കം വാസ്തവത്തിൽ ഇതുപോലെ നമുക്ക് ദൈവാനുഗ്രഹം ലഭിക്കാൻ പറ്റിയ ചില തക്കങ്ങളുണ്ട്. ദൈവാനുഗ്രഹം ലഭിക്കാൻ പറ്റിയ തക്കങ്ങൾ. അതായത് ഇപ്പം നമ്മൾ കർത്താവിൻ്റെ വചനം ഉണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിച്ച മക്കളെ. യേശു സ്വസ്ഥ ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ
ശക്തമായ കരങ്ങളുടെ കീഴിൽ എന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ശക്തമായ കരങ്ങളുടെ കീഴിൽ നിങ്ങൾ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ലോർഡ്. ഇതാണ് അനുഗ്രഹത്തിൻ്റെ തക്കമെന്ന് പറയുന്നത്. തക്കങ്ങളെ അറിയണം നമ്മൾ, അനുഗ്രഹം എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് അറിയണം. ഇപ്പോൾ ഒരു ഇത് പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. പത്രോസിൻ്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 6-ാമത്തെ വചനം എന്താണ്? ഒന്ന് പറഞ്ഞു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ അനുഗ്രഹത്തിൻ്റെ തക്ക സമയം എന്ന് പറയുന്നത്. അപ്പം അമ്മച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അമ്മച്ചിക്ക് അനുഗ്രഹം കിട്ടിയില്ലേ? ഒരു ഹിന്ദി ടീച്ചർ സാക്ഷ്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് ഇതേ നേച്ചറാ. ആ സാക്ഷ്യം തക്ക സമയമാണ്. അതായത് അവർക്ക് മനസ്സിലായി അവിടെ പോസ്റ്റ് പോയെന്ന്. അപ്പം ഞാനപ്പോഴത് ആ സാക്ഷ്യം കേട്ടപ്പോൾ ഞാൻ അകത്തിൽ നിന്ന് ഓർത്തത്, ഈ ഒരു 100 മനുഷ്യർ പ്രാർത്ഥിക്കുന്ന അതിൽ 95 പേരും അവരുടെ ഇനി അനുഗ്രഹത്തിൻ്റെ പൊസിഷനില്ല, പ്രൊവിഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ 95 പേരും ഇനി എന്നാത്തിന് പ്രാർത്ഥിക്കാനാണ്. പക്ഷേ ആ പോസ്റ്റ് പോയെന്ന് അവർക്കറിയാം. പോസ്റ്റ് പോയെന്ന് അറിഞ്ഞിട്ടും ആ ഹിന്ദി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്ന ടീച്ചർമാരെല്ലാവരും വന്ന് പള്ളിയിൽ പോയി ജപമാല എത്തിച്ച്. അപ്പോൾ മറ്റു ടീച്ചർമാരെന്താ പറഞ്ഞത്? പാവത്തുങ്ങൾ, അതുങ്ങളുടെ പോസ്റ്റ് പോയി, എന്നിട്ടും അതുങ്ങൾ പ്രാർത്ഥിക്കണം ഇല്ലേ? എന്നിട്ടും അതിനെ പ്രാർത്ഥിക്കണം. ഇതാണ് പ്രശ്നം. അതായത് നമ്മുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം നമുക്കിനി ഒരിക്കലും കിട്ടത്തില്ലെന്ന് ഉറപ്പ് വന്നാലും മക്കൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വിനയത്തോടെ നിൽക്കണം. കാര്യം ആ അത്ഭുതം പ്രവർത്തിക്കണത് എങ്ങനെയാണെന്ന് അറിയാവോ? അത് ജൈറുസിൻ്റെ വീട്ടിൽ ഈശോ ചെന്നില്ലേ? അപ്പോൾ എതിരെ 2 പേര് വന്നായിരുന്നല്ലോ. പ്രാർത്ഥനയിലേക്ക് ഒരു അത്ഭുതത്തിൻ്റെ യാത്ര ഇങ്ങനെ തുടങ്ങുമ്പോൾ എതിരെ ഇങ്ങനെ പല വിഷയങ്ങളും വരും. പറഞ്ഞ മനസ്സിലായി മക്കളെ? ഒരു അത്ഭുതത്തിൻ്റെ യാത്ര, അത്ഭുതത്തിലേക്കുള്ള അനുഗ്രഹത്തിലേക്കുള്ള യാത്രയില്ലേ, യാത്ര തുടങ്ങുമ്പോൾ എതിരെ കുറച്ച് സാധനങ്ങൾ വരും. അപ്പോൾ ജായിറൂസിൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ 2 പേര് എതിരെ വന്നു അല്ലേ? അവരെന്താ പറഞ്ഞത്? കൊച്ചു മരിച്ചുപോയി, ഇനി ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കണം. അതാണ് സംഭവം. ആ ടീച്ചറിൻ്റെ അത്ഭുതവും ആ അമ്മച്ചിയുടെ അത്ഭുതവും ആ വചനവുമായിട്ട് കണക്റ്റഡാണ്. അതായത് കുട്ടി മരിച്ചുപോയി, ഇനി ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കണം. അത് മരിച്ചുപോയോ ഇല്ലെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നാട്ടുകാരാണോ, സർക്കാരാണോ, ബാങ്കാണോ, വീട്ടുകാരാണോ? അല്ല, ആരാണ്? കർത്താവാണ്. കൈ അടിച്ച് കർത്താവ് ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. അപ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയെന്നും പറഞ്ഞ് ഒരു തൃശ്ശൂർക്കാരത്തിയാണെന്ന് തോന്നുന്നു സാക്ഷ്യം പറഞ്ഞത്. റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി. അവിടെ PSC റാങ്ക് ലിസ്റ്റ് സ്റ്റിൽ അവർ ഉടമ്പടി ചെയ്തു. ഡെഡായിപ്പോയ ഇതിനെങ്ങനെയാണ് ഉടമ്പടി ചെയ്യാൻ പറ്റണത്? അവസാനം എന്നാ പറ്റിയിരിക്കണമെന്ന് അറിയാമോ? ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോയെങ്കിലും ഗവൺമെൻറ് പുതിയ കുറേ തസ്തികകൾ സൃഷ്ടിച്ച്
ഈ ഉടമ്പടിക്ക് ശേഷം 20 പോസ്റ്റുകളുണ്ടാക്കി. ആ ക്യാൻസലാകെ പോയ റാങ്ക് ലിസ്റ്റിലെ അവസാനത്തെ ആൾക്കാരെ ഗവൺമെൻറ് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. അത് കൈയടിച്ച യേശുവിൽ ഹല്ലേലൂയ യേശുവിൻ. അപ്പോൾ സർക്കാരിൻ്റെ കൽപ്പനകളെ പോലും അപ്പോൾ നിനക്ക് നല്ല ആസ്തി ഉണ്ടാകണം മക്കളെ. പ്രശ്നം അതാ, ഏത് റാങ്ക് ലിസ്റ്റ് ക്യാൻസലാക്കിയെന്ന് പറഞ്ഞാലും വേണമെങ്കിൽ കർത്താവിന് നിന്നെ പോസ്റ്റ് ചെയ്യുക, നിനക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കഴിക്കാൻ മാർഗം തരികയല്ലേ പ്രധാനപ്പെട്ട കാര്യം ഇല്ലേ? അതെൻ്റെ കർത്താവിന് കഴിയും എന്ന് നീ വിശ്വസിക്കണം. ഈ റാങ്ക് ലിസ്റ്റ് ക്യാൻസലാകണത് പോലും ഒരു വേനൽക്കാലമാണ് ബൈബിളിലെ. ബൈബിൾ ഈ വിഷയത്തിന്, അതായത് നമ്മൾ പ്രാർത്ഥന ഇരിക്കുന്ന വിഷയത്തിനൊക്കെ എപ്പോഴും അറ്റാക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും, ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രാർത്ഥന വെക്കണ വിഷയങ്ങളില്ലേ, ഇത് ജൈറൂസിൻ്റെ മകളെപ്പോലെ ആ കുട്ടി മരിച്ചുപോയി, ഗുരുവിനെ എന്തിന് ബുദ്ധിമുട്ടിക്കണം എന്ന് ഞാനൊരിക്കൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടയ്ക്ക് കയറി പറയണം, ജോസഫേ അങ്ങനെയല്ല, ഗുരുവിനെ എന്തിനും ബുദ്ധിമുട്ടിക്കാമെന്ന് വായിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ വായിക്കുമ്പോഴേ ഇപ്പോൾ ഡോക്ടർ പറയണ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, നിങ്ങളുടെ വൈഫിന് അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല, ഇനി ബീജം ഉണ്ടെങ്കിൽ തന്നെ അതിന് മൂവ്മെൻറ്റ്സ് ഇല്ല, മൊബിലിറ്റി ഇല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർ പറയും, കുട്ടി മരിച്ചുപോയി എന്നൊക്കെ പറയും ഇല്ലേ? പക്ഷെ അതാരാ പറയേണ്ടത്? ഡോക്ടറല്ല പറയേണ്ടത്, നമ്മളെ സൃഷ്ടിച്ച് വിട്ട ആളാണ് ആദ്യം പറയേണ്ടത്. അയാളാണ് തീരുമാനിക്കേണ്ടത്. അയാളൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇക്കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. കൈ അടിച്ച് കിടത്താണ്. യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോഴേ ഈ വിശ്വാസമില്ല. അതാണ് മത്തായി 3:9. ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികൾ ജനിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. എൻ്റെ മക്കൾ, എന്തെങ്കിലും നിങ്ങളുടെ ജീവിത വഴികളിൽ ബാങ്ക് കഴിഞ്ഞ മാസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് 20 ലക്ഷം ലോൺ വേണം. ഇപ്പോഴും അതുപോലെ ഒരു സാക്ഷ്യം വന്നു. പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല ഇന്നത്തെ സാക്ഷ്യം. പണ്ടത്തെ റിജക്റ്റ് ചെയ്താണ്, ബാങ്കുകാർ റിജക്റ്റ് ചെയ്ത്. എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് സാക്ഷ്യം? എന്തുകൊണ്ടാണ് ബാങ്ക് ലോൺ റിജക്റ്റ് ചെയ്തത്? പഴയ കുറേ അരീസ് ഉണ്ടായിരുന്നു. ഇവർ പണ്ട് പല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ പേരടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബാങ്കിൽ നിന്ന് റിജക്റ്റ് അടിച്ച് വരും. കാര്യം അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ വേറെ ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നിങ്ങൾ റീഫണ്ട് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങൾ സ്ഥിരം ഇങ്ങനെ ലോൺ എടുത്ത് അടക്കാത്ത പാർട്ടിയാണെന്ന് തോന്നുന്നു. സാറേ മനഃപൂർവ്വമല്ല, ഇന്ന കാര്യങ്ങൾ അപ്പോഴും മരണം വന്നു, അപ്പോഴൊരു അപ്പൻ്റെ ചികിത്സ വന്നു, അങ്ങനെയൊക്കെ വന്നു പോയതാണ്. അതൊക്കെ നിങ്ങളുടെ കാര്യം, ഇവിടുന്ന് നിയമപരമായിട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറയും. അത് ഡെഡാണത്. നിയമപരമായിട്ട് തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ എന്താ മാർഗമുള്ളത്? പിന്നെ അമ്മയെ കക്ഷി ചേർക്കാനേ പറ്റത്തുള്ളൂ. അതിനാണ് ഉടമ്പടി എന്ന് പറയണത്. ഇവിടെ കേട്ട സാക്ഷ്യമാണ്, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ആ സാക്ഷ്യം. ഇവർ ഉടമ്പടി ചെയ്തതിന് ശേഷം ഒരു ആ ദിവസമോ പിറ്റേ ദിവസമോ ബാങ്കിൽ നിന്ന് ഇവരെ ഫോണിൽ വിളിച്ച് ലോൺ കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ഫയലും ക്ലോസ് ചെയ്യത്തില്ല. ക്ലോസ് ചെയ്യണം നിങ്ങൾ കേൾക്കണതാ. നിങ്ങളെ ഇപ്പോൾ ഓയിൽ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടാലും ആ ഇറക്കി വിട്ട കമ്പനി തന്നെ ആൾക്കാരോട് നിയമിക്കുന്നുണ്ടല്ലോ, സാക്ഷ്യം കേട്ടില്ലേ? ഉടമ്പടി ഈ ടൈപ്പ് സംഭവങ്ങളാണ് എല്ലാം. അതായത് സാധാരണ ബ്ലെസ്സിങ്സിനേക്കാൾ ഒരു മിറക്കിളായിട്ട് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മനസ്സ് മിടിക്കരുത്. മനസ്സിടിച്ചാൽ എന്ത് പറ്റുമെന്നറിയാമോ? ഇപ്പോൾ എന്തെങ്കിലും കേട്ട് ഇപ്പോൾ നീ കെട്ടാൻ പോണ ചെറുക്കൻ അല്ലെങ്കിൽ പെണ്ണ്, അപ്പോൾ നമ്മൾ കല്യാണ ആലോചനയൊക്കെ നടത്തി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും വരാനൊക്കെ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത്. അപ്പോൾ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം എത്രയോ പേരെ കണ്ടിട്ടാണ് ഒരാൾ ഇഷ്ടപ്പെട്ടൊക്കെ മനസ്സ്. പിന്നെ നമ്മുടെ മനസ്സ് ആ രീതി മേഡപ്പ് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നാണ് കേൾക്കണത് അവർക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്ന് കേൾക്കണം. അതോടുകൂടി നിനക്ക് ഗ്യാസും കയറി, ഇനി കല്യാണം വേണ്ട, കെട്ടുകയും വേണ്ടെന്ന് പറഞ്ഞ് ഡെഡ് ബോഡി പോലെ എവിടെയെങ്കിലും മൂലൊക്കെ പോയിരിക്കണില്ലേ? മൂലൊക്കെ പോയിരിക്കണ എങ്ങാനും ഞാൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൂരലിനടിച്ചിരിക്കും. എന്താ കാര്യം? നീ അതായത് ദൈവം ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിക്ക് മുമ്പ് ഈ ദൈവ തിരുസന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മളെ തന്നെ യോഗ്യമാക്കണം. ചിലപ്പോൾ ഏറ്റവും വലിയ കാര്യമായിരിക്കും കർത്താവ് ചെയ്തത്.
എനിക്ക് നിങ്ങളെ ആരാധനയൊക്കെ നടത്തുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധ കുർബാനയെ ആൾക്കാർ അവഹേളിച്ചിട്ടിരിക്കുന്നതിനെക്കുറിച്ച് സങ്കടത്തോടെയൊക്കെ നമ്മൾ ദോഷപൂർത്തി പോലെയൊക്കെ ആരാധനയെ പ്രാർത്ഥിക്കത്തില്ലേ? ലോകാംഗങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്ന നിന്ന അപരാധങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് മാപ്പ് ചോദിക്കും നിത്യാരാധന നടത്തുന്ന ദിവസങ്ങളിൽ പള്ളികളിൽ. പക്ഷേ എനിക്ക് പലപ്പോഴും കർത്താവിനോട് മാപ്പ് ചോദിക്കണമെന്ന് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അതെനിക്ക് കർത്താവിൻ്റെ കൂടെ സങ്കടമുണ്ട് ആ വിഷയത്തിൽ. അതായത് കർത്താവ് വളരെ നല്ലതുപോലെ ചെയ്യണ ചില കാര്യങ്ങൾക്ക് നമ്മൾ നന്ദിയെ ദൈവത്തോട് പറഞ്ഞിട്ടില്ല, ദൈവത്തോട് പരിഭവമെടുത്ത് പ്രാർത്ഥന നിർത്തിയിരിക്കണം. അതാണ് ദൈവത്തിനെ മുറിപ്പെടുത്തുന്ന ഏറ്റവും വലിയ മുറിവ്. അതായത് നിനക്കൊരു കല്യാണം പോയി, എൻ്റെ അടുത്ത് ഉടനെ നീ എൻ്റെ അടുത്ത് വരും, ഏത് ഇടിയാണെങ്കിലും കേസ് ഇടിയാനെടുക്കും. അച്ഛനെ കാണാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ഇവിടെ ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് വന്ന് നിങ്ങളുടെ കാര്യം അത്രയും സീരിയസ് ആണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് ഒരു പ്രാവശ്യം കണ്ട് എന്തെങ്കിലും കിട്ടിയിരിക്കും ആ നോട്ട്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളെ പരമാവധി ആൾക്കാരുടെ സങ്കടങ്ങൾ ബാക്കി ഉടമ്പടി കഴിഞ്ഞ് ബാക്കി വരുന്ന കാര്യങ്ങളെ കാണണമെന്ന് തന്നെ വിചാരിക്കണത്. അല്ലെ കാണാതിരിക്കുന്ന പ്രശ്നമില്ല. എന്തിനാണെന്നറിയാമോ? ചിലപ്പോൾ കർത്താവിന് ഒരു വാക്ക് പറയാനുണ്ടാകും ആ വ്യക്തിയോട്. ചിലപ്പോൾ കർത്താവ് തന്നെ ചെയ്തതായിരിക്കും ആ ചെറുക്കനെ ഇപ്പോൾ കെട്ടേണ്ടാത്തത്. ഇപ്പോൾ ഞാൻ പണ്ട് കുമ്പസാരെ കൂടി ഇരിക്കുമ്പോൾ കല്യാണ കുമ്പസാരം കേൾക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകളെ നീ ആരെയും കെട്ടാൻ പോകണത്, എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഒരു കുഴപ്പമില്ല അച്ഛൻ എന്തെങ്കിലും പറയണത്. ഞാൻ പറഞ്ഞില്ല, കുഞ്ഞൊന്ന് അന്വേഷിച്ച് നോക്കി, എന്തോ ചെറിയൊരു മിസ്റ്റേക്ക്. അപ്പോഴും എൻ്റെ മനസ്സിടിക്കാൻ തുടങ്ങി. ഇപ്പം മിസ്റ്റേക്ക്, നാളെ കല്യാണമാണേ, ഇപ്പം മിസ്റ്റേക്ക് പറഞ്ഞിട്ട് എന്തിനാ? ഞാൻ കർത്താവെ പണി പാരെ എനിക്കും കിട്ടിയ, വേറെ കുഴപ്പമില്ല. അവരവരെ അന്വേഷിച്ച് സന്ധ്യക്കുള്ള അന്വേഷിച്ച് ചെറുക്കന് ഭയങ്കര വട്ട്. ആലപ്പുഴ രൂപത തന്നെയാണ്. 30 പേര് കൂടി രാത്രി പോയി, കല്യാണം പോയി. പക്ഷേ അതല്ല പ്രശ്നം. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇവൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അടക്കം ഉണ്ടായി. പക്ഷേ അതിന് ശേഷം വേറെ കല്യാണം കഴിച്ച് പോയി. ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ. പക്ഷേ അതല്ല, അതിനുശേഷം ആ മകള് 10 വർഷം കഴിഞ്ഞ് എന്നെ കാണാനിടയായി. അപ്പോഴെന്നോട് പറഞ്ഞു, അച്ഛാ കർത്താവ് അച്ഛനോട് സംസാരിച്ച്. എന്താ? ഇല്ല, അച്ഛൻ അന്ന് പറഞ്ഞ് ശരിയാ. എന്താ കാര്യം? 7 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടെ കെട്ടാനിരുന്ന അന്ന് കല്യാണം പോയെന്ന് പറഞ്ഞ കക്ഷിയില്ലേ, അയാൾ മരിച്ചു, വാഹനാപകടത്തിൽ മരിച്ചു. പല കാര്യങ്ങളും വിഷയങ്ങളും പ്രാർത്ഥിച്ച് ചെയ്യണത് നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഒരു വിഷയം പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ അത് നമ്മളുടെ കർത്താവിൻ്റെ അക്കൗണ്ടിലാവും ആ വിഷയം. അതാണ് എൻ്റെ വിഷയം. എന്ത് വിഷയമായാലും ഇപ്പോൾ ഞങ്ങളൊക്കെ മൈന്യൂട്ട് തിങ്സ് വരെ കർത്താവിനോട് പറയും. മൈന്യൂട്ട് തിങ്സ്. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്, വെരി സീരിയസ് കാര്യം മാത്രമേ പറയത്തുള്ളൂ. അതാണ് മണ്ടത്തരം. ഇപ്പോൾ നമുക്കൊരു 1 കിലോ തക്കാളി വേണം, കലവൂർ പോയി തക്കാളി മേടിക്കണം. ഇന്ന് ബന്ധില്ല, ഹർത്താലില്ല, നമുക്ക് വണ്ടിയുണ്ട്, കാശുണ്ട്, കട തുറന്നിരിപ്പുണ്ട്, അവിടെ തക്കാളിയുണ്ട്, പോയി മേടിക്കണമെങ്കിൽ എന്തിനാണ് കർത്താവിനോട് പറയണത്? പക്ഷേ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ കാശുണ്ടെങ്കിലും കട തുറന്നിരിക്കണമെങ്കിലും ഇന്ന് ബന്ധമില്ലെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും തക്കാളി മേടിക്കാൻ പോണ കാര്യം കർത്താവിനോട് പറയണം. അതാണ് ദൈവ പൈതലെന്ന് പറയണത്. കർത്താവെ ഞാൻ തക്കാളി മേടിക്കാൻ പോവുകയാണ്, ദാറ്റ്സ് ഓക്കേ. പിന്നെ ആ വഴികളിലുള്ള എല്ലാം കർത്താവ് ആ വഴി ടേക്കപ്പ് ചെയ്യും. ഞാൻ ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് എന്തെങ്കിലും പ്രോഗ്രാമിന് പോകുമ്പോൾ ആദ്യം മുതലുള്ള റൂട്ടുകളെല്ലാം വെളുപ്പിനെ 5 മണിക്ക് ഇരുന്ന് ഫീഡ് ചെയ്ത് കൊടുക്കും. ഫീഡിങ് പ്രെയർ എന്ന് പറയും. ഓരോ ജോമാലയുടെ ഓരോ രഹസ്യം ചൊല്ലിയിട്ട് ഫീഡ് ചെയ്യും. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം മുഴുവൻ നമ്മൾ കർത്താവിനെ ട്രാക്കെല്ലാം കർത്താവിനെ ഫീഡ് ചെയ്ത് കളയും. അപ്പോൾ എന്താ ഗുണമെന്ന് അറിയാവോ? ആ ട്രാക്ക് നമ്മുടെ വഴികളെ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോകാൻ പോയി, അല്ലെങ്കിൽ നമ്മൾ വേറെ ഒരു ആശുപത്രിയിൽ പോകാൻ പോയി, അല്ലെങ്കിൽ ഇന്ന ഡോക്ടറിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മളോർക്കും ആ ഡോക്ടറെ കാണാൻ എന്താ കാണാം, അപ്പോൾ എൻ്റെ വീട്ടിൽ കാശുണ്ടല്ലോ, അപ്പോൾ കണ്ടാൽ എന്താ കുഴപ്പമൊന്നും അങ്ങനെയില്ല. നമ്മൾ പോകുന്ന ഡോക്ടറിനെയും ആശുപത്രിയിലെയും ആ റൂട്ടും ഉപയോഗിക്കുന്ന വണ്ടിയും മാറി മാറി കയറുന്ന ഓട്ടോറിക്ഷയും ബസ്സും എല്ലാം സമർപ്പിച്ച് കഴിഞ്ഞാൽ റൂട്ട് കർത്താവിൻ്റെതായി, റൂട്ടിൻ്റെ അധികാരി കർത്താവായി. അങ്ങനെ വരുമ്പോൾ അതിലൂടെ കർത്താവിന് നമ്മളെ സഹായിക്കാൻ ഒത്തിരിയേറെ ചാൻസ് ഉണ്ട്. ഒന്നാമത്തിൽ ഈ ഡോക്ടർ സംസാരിക്കണം മുഴുവനും കറക്റ്റ് കാര്യമായിരിക്കും. ഇപ്പോൾ ഓരോരുത്തർ മാറി 4 ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പോകേണ്ട കാര്യമൊന്നുമില്ല. അത് കണ്ണുപൊട്ടന്മാർ പോയിട്ടാണ് അങ്ങനെ വന്നത്. കർത്താവിനോട് പറയാതെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രാക്ടിക്കലായിട്ട് ബ്ലൈൻഡ് മാൻ ആവും. നമ്മൾ കർത്താവിനോട് പറഞ്ഞിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം മോണിറ്റർ ചെയ്യും, ആ റൂട്ടെല്ലാം കർത്താവ് മോണിറ്റർ ചെയ്യും. എന്നിട്ട് ആ ഡോക്ടറോട് പറയും, നിങ്ങൾക്കിത് പറ്റത്തില്ല, നിങ്ങൾ ഇവരെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇവരെ ഗൈഡ് ചെയ്യണമെന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടുകാരോട് പല ആൾക്കാരോട് ചോദിച്ചിട്ട് ആയുർവേദം എടുത്ത്, ഇംഗ്ലീഷ് എടുത്ത്, തജും എടുത്ത്, അക്യുപഞ്ചർ എടുത്ത്, യുനാനി എടുത്ത്, ഇങ്ങനെ അവസാനം കുളമാകും.
അതായത് ഒരു കാര്യം, ജോലിക്കാര്യമായാലും എന്തായാലും നിങ്ങൾ രാവിലെ ഇപ്പം നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലത്തില്ലേ, അപ്പം തന്നെ ജവമാർ ചൊല്ലി ഓരോ സ്വർഗസ്ഥനായതും 10-500 ചൊല്ലിട്ട് ഒരു കാര്യം കർത്താവ് ഈ വിഷയത്തിൽ വരുന്ന എല്ലാ സ്ട്രക്ചറും എല്ലാ സർക്കംസ്റ്റൻസും കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കണമെന്ന് പറയണം. അപ്പോഴാ റൂട്ടെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാവും. പിന്നെ നീ വിചാരിക്കാത്ത വഴികളിലൂടെ കർത്താവ് നിന്നെ കൊണ്ടുപോകും. അത് കർത്താവ് കൊണ്ടുപോകുന്നതായിരിക്കും. ചിലപ്പോൾ ഈ ബാങ്കിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് പുറത്തിറങ്ങി സങ്കടത്തോടെ നിൻ്റെ ടവല് കൊണ്ട് കണ്ണും തിരുമ്മി നീ വണ്ടിയിൽ കയറുമ്പോഴായിരിക്കും ഓട്ടോറിക്ഷക്കാരൻ എന്താ ചേച്ചി കരയണമെന്ന് ചോദിക്കും. പിന്നെ ഓട്ടോറിക്ഷക്കാരനിലൂടെ കർത്താവ് നിന്നോട് സംസാരിക്കും. ആ ചേച്ചി ഇത്രയേ ഉള്ള, ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ റൂട്ടായി. അതാണ് പറയുന്നത്, നീ കയറുന്ന ഓട്ടോറിക്ഷക്കാരനിലൂടെയും കർത്താവ് നിന്നോട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വളരെ ഇൻറ്റിമസി ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നീ കർത്താവിൻ്റെ സ്വന്തമാകും. അപ്പോൾ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കർത്താവിൻ്റെ അയൽവാസിയോ നാട്ടുകാരനോ അപരിചിതനോ ആദ്യം പരിചയപ്പെടുന്ന ആൾക്കാരെ പോലെയൊക്കെയുള്ള കയ്യാങ്കളിയാണ് കാട്ടിക്കൂട്ടുന്നത്. ഇങ്ങനെയുള്ള ലൈഫെല്ലാം മാറ്റിയിട്ട് വളരെ ഇൻറ്റിമസി എല്ലാ കാര്യങ്ങളും ഈശോനോട് ഡിസ്കസ് ചെയ്യുന്ന. പിന്നെ എപ്പോഴും വിഷയം ആസ്തി ഉണ്ടായിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് ആസ്തി ഉണ്ടാക്കണം. കാരണം ഈ കൃപ എന്ന് പറയണത് കർത്താവ് അവൻ്റെ പീഡാനുഭവം കുരിശുമരണത്തിലൂടെ പിതാവിനെ പ്രസാദിപ്പിച്ച് അതിൻ്റെ വില കൊടുത്ത് ഈശോ വാങ്ങിച്ചതാണ്. അപ്പോൾ വില കൊടുക്കാൻ നമുക്കും ഉണ്ടാകണം. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പം ദൈവാനുഗ്രഹം വാങ്ങിക്കാനില്ലേ, അതിൻ്റെ വില നമ്മുടെ കയ്യിലുണ്ടാകണം. നമ്മൾ ഇത്തിരി സമ്പന്നന്മാരായിരിക്കണം. ജീവിതകാലം മുഴുവൻ തെണ്ടികളായിരിക്കരുത്. സമ്പത്തെന്ന് പറഞ്ഞാൽ എന്താ? സ്വർണവും അതുപോലെ തന്നെ പണവുമാണോ? അല്ല. ദൈവത്തിരുസന്നിധിയിലെ സമ്പത്തുണ്ട്, അതെന്തുമാത്രം കയ്യിലുണ്ടെന്ന് നോക്കണം. കർത്താവ് വളരെ സീരിയസ് ആയിട്ട് സംസാരിച്ച ഒരു വിഷയമാണ്. എന്താണ്? ദൈവത്തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കുന്നവൻ്റെ സ്ഥിതി ഇതാണെന്ന് പറഞ്ഞില്ലേ? ആയുസ്സിൻ്റെ മേൽ പിടിവീഴുന്നതാണ്. അപ്പോൾ ദൈവത്തിരുസന്നിധി സമ്പന്നം എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ലൂക്കായുടെ സുവിശേഷമാണ് 12:21. അത് പറഞ്ഞാൽ ദൈവത്തിരുസന്നിധിയിലെ സമ്പന്നനാകുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. അപ്പൊ ദൈവത്തിരുസന്നിധിയിൽ ദൈവ സമ്പത്തെന്ന് വിചാരിക്കുന്ന കാര്യം നിന്റെ കയ്യിലുണ്ടെങ്കിൽ ഈ അനുഗ്രഹം പെട്ടെന്ന് മേടിക്കാൻ പറ്റും, ഇല്ലേ? ബൈബിൾ പറയുന്ന ഒന്നാമത്തെ ഒരു ബൈബിൾ ഒരു പിശുക്ക് പുസ്തകമാണ്. കാര്യം ഇതെല്ലാം സത്യമായതുകൊണ്ട് വളരെ മേമ്പുടിക്കേ ഇതിൻ്റെ തിരുതി വെക്കത്തുള്ളൂ. ആവർത്തിച്ച് ചറവറ പറയത്തില്ല. അതായത് ദൈവ തിരുസന്നിധി സമ്പന്നനാവുക എന്നുള്ള ആ ഫ്രേസ് ഈശോ കണ്ടുപിടിച്ചതാണത്. ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ ഈശോ വെളിപ്പെടുത്തിയതാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷത്തിൽ 12:21 ദൈവ തിരുസന്നിധി സമ്പന്നനാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ IELTS ഒക്കെ ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് എഴുതി വാങ്ങിക്കുന്നത്? ഇപ്പോൾ ഇവിടെ മുഴുവനും ചെറുപ്പക്കാരല്ലേ, 60% ചെറുപ്പക്കാരാണ്. പണ്ടത്തെ കൃപാസനം, ഉടമ്പടിക്ക് ശേഷമുള്ള കൃപാസനം ഏജിങ്ങിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കൃപാസനം ചെറുപ്പമായി. പണ്ട് വലിയമ്മച്ചമാരൊക്കെയാണ് വന്നുകൊണ്ടിരുന്നത് ഉടമ്പടിക്ക് മുമ്പ്. ഇപ്പോൾ വരുന്നത് അപ്പോൾ 60 വയസ്സ് 50 വയസ്സിന് മുകളിലുള്ളവരാണ്. അത് മിക്കവാറും ഒരു 70% ഉണ്ടാവും. ഇപ്പോൾ എന്ത് പറ്റി? അവർ 30% മാറ്റിയപ്പോൾ എല്ലാം ചെറുപ്പക്കാരാണ് ഇപ്പോൾ വരുന്നത്, 70%. എന്താ കാര്യം? കർത്താവ് ഉടമ്പടിയിൽ അമ്മ അഡ്വക്കേറ്റ് ചെയ്യാണ്. അമ്മ ചെറുപ്പക്കാരുടെയൊക്കെ വിശ്വാസം ഇപ്പം പല രാജ്യങ്ങളും കുറഞ്ഞിരിക്കുന്ന കാരണം ഞാൻ ചെറുപ്പക്കാർ ഓർത്തേക്കണം, നിങ്ങൾ ഈ സാക്ഷ്യം പറഞ്ഞവരും സാക്ഷ്യം പറയാനിരിക്കുന്നവരും ഒരു തീരുമാനം എടുക്കണം. എന്താ കാര്യം? തീരുമാനം എടുക്കുന്നത് ഞങ്ങൾ വിശ്വാസമില്ലാത്തടുത്ത് പോകുമ്പോൾ വിശ്വാസിയായി ജീവിക്കുക മാത്രമല്ല മറ്റുള്ളവർക്ക് കർത്താവിനെ പകർന്നു കൊടുക്കുമെന്ന്. മനസ്സിലായില്ലേ? മറ്റുള്ളവർക്ക് കർത്താവിന് നിങ്ങളെക്കൊണ്ട് പ്രയോജനമുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ ഒരു പിശാചിനെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. അവൻ എൻ്റെ ആളാണെന്ന് ഈശോ പറയും. ഈശോ ഓൺ ചെയ്യാത്ത കൊണ്ടാണ് പിശാച് കൊണ്ടുനടന്ന് കൊല്ലണത്. ഈശോ ഓൺ ചെയ്യാത്ത കൊണ്ടാണ്. നീ എൻ്റെ ദാസനെ കണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആരോട് ചോദിച്ചു? പിശാചിനോട് ചോദിച്ചില്ലേ? ജോബിൻ്റെ പുസ്തകം 1:10 വായിക്കുമ്പോൾ എന്താ വായിക്കണത്? നീ എൻ്റെ ദാസനെ കണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ ദാസൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ അവിടെ. എന്നെയും കണ്ടാൽ കർത്താവിന് പറയണം എൻ്റെ ദാസനെന്ന്. ദൈവത്തിൻ്റെ സ്വന്തം ഉടമസ്ഥയിലാണ് നമ്മളെന്നുണ്ടെങ്കിൽ പിശാച് തൊടത്തില്ല. പിശാച് പറയും നീ വെയിൽ കെട്ടി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞു നീ. അപ്പോൾ പിശാചിനോട് പറയും ശരിയാ,
ഞാൻ വേര് കെട്ടി വെച്ചിരിക്കുകയാണ്. എൻ്റെ ദാസന് എൻ്റെ ദാസിക്ക് ഞാൻ വേര് കെട്ടും. കൈ അടിച്ച് കർത്താവ് കർത്താവായ ദൈവമേ, ജോബ് 1:10 പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജോബിൽ വേരുകെട്ട് ദൈവമേ, ഞങ്ങളുടെ ജീവിത നിയോഗങ്ങള്, സങ്കടങ്ങള്, വിഷമതകള് എല്ലാം സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവശക്തി വെളിപ്പെടട്ടെ. എല്ലാവരും ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തി ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൻ്റെ കാലത്ത് ജോബിന് വേര് കെട്ടി. ജോബിനെ പോലെയുള്ള ദേവദാസന്മാർക്കും ദൈവദാസിമാർക്കും ദൈവം വേര് കെട്ടി സംരക്ഷിച്ചു. പിശാചിന് അവരെ തൊടാൻ പറ്റിയില്ല. എന്താ? ദൈവം സംരക്ഷിക്കുന്നവനെ പിശാച് തൊടത്തില്ല. കർത്താവിൻ്റെ കാലം വന്നപ്പോഴും വേര് കെട്ടിന് മോശമൊന്നുമില്ല. കർത്താവും വേര് കെട്ടുന്ന ആളാണ്, സംരക്ഷിക്കുന്ന ആളാണ്. ഇന്നലെ എന്താഴ്ച? തിങ്കളാഴ്ച. ഇന്നലെ കൗൺസിലിംഗ് നടക്കുമ്പോൾ ഒരു ചേച്ചിയല്ല, എന്നേക്കാൾ പ്രായം കുറവാണ്. അവളുടെ മകളും കൂടി നിന്ന് അമ്മ കരയാണ് ഭയങ്കരമായിട്ട്. അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ ഭർത്താവ് അവളെ വേണ്ട പോലെ ഒരു പരിഗണിക്കണില്ല എന്ന് അവൾക്ക് ഭയങ്കര വിഷമോ. അപ്പോൾ അവൾക്ക് വിഷമം എന്ന് പറയണത് ഈ തൊട്ടാ വിഷമിക്കുന്ന ആളാണ്. എന്താ തൊട്ടാ വിഷമിക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ മഠത്തിലാണ് നിന്ന് വളർന്നത്. അപ്പം അപ്പനും അമ്മയും ഇല്ല, മഠത്തിൽ നിന്ന് വളർന്നതാണ്. അപ്പോൾ അത് കാരണം ചോദിക്കാനും പറയാനും അന്വേഷിക്കാനും ആരില്ലാത്ത കാരണം ഭർത്താവ് കണ്ണുമിഴിച്ചാലും വിരട്ടിയാലും എനിക്ക് ചോദിക്കാനും പറയാനും ആരില്ലാത്തത് കൊണ്ടല്ലേ എന്നെ വിരട്ടണത് എന്ന് ഓർത്തുകൊണ്ട് ഇവിടെ എപ്പോഴും കരഞ്ഞുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. കുഞ്ഞുനാട് മുതലുള്ള ആ കുഞ്ഞു മനസ്സിന് തട്ടിയ സങ്കടങ്ങൾ ഇപ്പോഴും ശരീരം വലുതായെങ്കിലും മനസ്സ് പണ്ടത്തെ മനസ്സ് തന്നെയാണ്. ഇപ്പോൾ ഹസ്ബൻഡിലേക്കൊന്നും കുറച്ച് നിരാകരണം കിട്ടിയപ്പോൾ എന്നോട് പറയണേ, എനിക്ക് ആരുമില്ല അച്ഛാ, അന്നുമില്ല ഇന്നുമില്ല അച്ഛാ എന്ന് പറഞ്ഞു. ഞാനിവിടെ കണ്ണും മുഴിച്ച് ഇവിടെ മുഖത്ത് നോക്കി. നീ ഒന്നുകൂടെ പറഞ്ഞത് എനിക്ക് ആരുമില്ല. അപ്പോൾ ഞാൻ നോക്കി രൂക്ഷമായിട്ട്. കാര്യം എനിക്കറിയാം കർത്താവ് ഇപ്പോൾ സംസാരിക്കുമെന്ന്. ഇപ്പോൾ കർത്താവിടെ ഇരിപ്പുണ്ടല്ല, നിങ്ങൾ കാര്യം കേൾക്കണം. ഞാൻ പറഞ്ഞു, നീ ഒരു നമ്പർ പറഞ്ഞേ, നിനക്ക് ആരും ഉണ്ടായില്ല, നീ ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഉടനെ ഇവളുകൊണ്ട് മകളുമുണ്ട്. ഇവൾ 14 പറഞ്ഞേ. ഞാൻ പറഞ്ഞു, നീ പറ. ഇപ്പം മകൾ 9ാം ക്ലാസ്സിൽ പഠിക്കുക. മകൾ 18 പറഞ്ഞു. നീ സുവിശേഷം പറഞ്ഞേ. സുവിശേഷം ഞാൻ എപ്പോഴും യോഹന്നാൻ്റെ സുവിശേഷം അച്ഛാ വായിക്കണത്. അപ്പോൾ സുവിശേഷം വായിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു, നീ സുവിശേഷം പറഞ്ഞേ. സുവിശേഷം യോഹന്നാൻ. ഞാൻ മതി, ഇനി നീ ഇത് പറഞ്ഞാൽ കർത്താവ് നിന്നെ കൊല്ലും, നീ ഇത് തുറന്നെടുത്ത് വായിക്കാൻ പറഞ്ഞു. ഉടനെ ഇവൾ പറഞ്ഞ 14, മകൾ പറഞ്ഞ 18. എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ അകത്ത്? അവൾ പറഞ്ഞ യോഹന്നാനും അവൾ പറഞ്ഞ 14, മകൾ പറഞ്ഞ 18. അതായത് യോഹന്നാൻ 14:18. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞവളുടെ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ലെന്ന്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അടുക്കൽ വരുന്നവരാരെയും അനാഥരായി വിടുകയില്ല. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. കൗൺസിലിംഗ് കഴിഞ്ഞപ്പോഴേ ഞാൻ കർത്താവിനെ പിന്നെയും നോക്കി. എന്തിനാ ഞാൻ നോക്കിയെന്നറിയാമോ? കർത്താവിനെ തിരിച്ചു വന്ന് നന്ദി പറയാൻ നേരം നോക്കിയത്. അവളത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോ അത് ഇടുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, ഇടി അപ്പനുള്ളവരുണ്ട്, ആങ്ങളമാരുള്ളവരുണ്ട്, കാശുള്ളവരുണ്ട്, പക്ഷേ ഇന്ന് വരെ കെട്ടാതെ നിൽക്കുന്നവരുണ്ട്, അന്വേഷിച്ച് പോകാൻ ആളില്ലാത്തത് കൊണ്ട്, മക്കളില്ലാത്തവരുണ്ട്. നിനക്കിതെല്ലാം തന്നു. അപ്പനുമില്ല, മടത്തിൽ ജനിച്ച് മടത്തിൽ നിന്ന് വന്നിട്ട് നിനക്ക് ഭർത്താവിനെ തന്ന്, നിനക്ക് മക്കളെ തന്നു. എന്നിട്ട് നീ ഇപ്പോഴും പറയണ എനിക്കാരുമില്ല. മാരക പാകമാണ് നീ പറയണത്.
കർത്താവിന് എന്തോ സങ്കടം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവളുടെ മുഖത്ത് രൂക്ഷമായി നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പോഴും നീ കർത്താവ് ഇപ്പോൾ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞത്, അതെനിക്കറിയാൻ സംസാരിക്കുമെന്ന്. അത്ര കണ്ട വേദന കർത്താവിനുണ്ടായിരുന്നു. അത് എന്നിലേക്ക് ഇങ്ങോട്ട് കയറി വന്നിട്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ആ കറക്റ്റ് അച്ചിട്ട പോലെ ഞാൻ അത് ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കൂടെ പറയണത്, ഇത് ജോബിനെ കിട്ടിയ വെയിലിയാണെന്ന്. ജോബിനെ കണ്ടപ്പോൾ എന്താ പറയുക, എൻ്റെ ദാസനെ നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴേ സാത്താൻ പറയും, നീ അവന് ചുറ്റും വെയിൽ കെട്ടിയിരിക്കുകയല്ലേ എന്ന്. ഇപ്പം പുതിയ ജോബിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, കർത്താവിൻ്റെ കാലം വന്ന് 14-18 ഞാൻ നിങ്ങളെ അനാഥമായി വിടത്തില്ലെന്ന്. പുറംപോക്ക് വസ്തു പോലെ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റണ രീതിയിൽ വിടത്തില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നിന്നെ സംരക്ഷിക്കുമെന്നാണ്. കർത്താവിൻ്റെ സംരക്ഷണത്തിൽ എൻ്റെ മക്കളെ കുറച്ച് പ്രയാസങ്ങളൊക്കെ നമുക്കുണ്ടാകും. പക്ഷേ എൻ്റെ മക്കളെ കർത്താവിനെ മറന്ന് വേദനിക്കരുത്. കർത്താവിനെ മറന്ന് വേദനിച്ചത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാനിങ്ങനെ കുരിശിക്കപ്പെട്ടിട്ടും ഞാൻ നിന്നെ സന്ധിച്ചിട്ടും നീ അത് അനുഭവിക്കണില്ല എന്ന് ഓർക്കുമ്പോൾ ഞാൻ രൂക്ഷമായിട്ട് നോക്കി കർത്താവിൻ്റെ ദേഷ്യമല്ല, കർത്താവിൻ്റെ വേദനയാണ് ശരിക്കും. ദൈവം അത്ര കണ്ട് ഇത്രയും കാണുമ്പോൾ നമുക്കത് അറിയണം. കർത്താവ് അത്രമാത്രം നമ്മളെ യോഹന്നാൻ 3:16 അനുസരിച്ച് കൊണ്ട് സ്നേഹിക്കുന്നവനാണെന്ന്. പക്ഷെ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാകണം. നമ്മൾക്ക് ഒരു സമ്പത്ത് ഉണ്ടാകണമെന്ന് പറഞ്ഞില്ലേ, ദൈവതിരുസന്നിധിയിൽ സമ്പന്നനാവുകയെന്ന്. എന്താ നമ്മുടെ സമ്പത്ത്? സമ്പത്തുണ്ടായി ഈ ഉടമ്പടി നിങ്ങളെ സമ്പന്നനാക്കും. ഇപ്പോൾ ഓരോ ഉടമ്പടിക്കും ഓരോ ധ്യാനമല്ലേ, ഓരോ ആഴ്ചയിലും ഉടമ്പടിയെക്കുറിച്ച് കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ പറയുക. ഇപ്പം പറയുന്നതാണ്, ഉടമ്പടി നിങ്ങളെ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നയാക്കുമെന്ന്. എങ്ങനെയാ? ഇന്ന് രാവിലെ കർത്താവിൻ്റെ വചനം വായിച്ചപ്പോൾ, കന്യാസ്ത്രീയാണ് വായിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കന്യാസ്ത്രീ വായിച്ച് കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് ചിരിച്ചു പോയി. ഞാനിവിടെ ഇരിക്കുകയായിരുന്നു ആദ്യത്തെ കുർബാനയ്ക്ക്. കന്യാസ്ത്രീ വായിച്ചത് വെളിപാടിൻ്റെ പുസ്തകമാണ്. 3:18 അല്ല 3:1 തൊട്ട് 20 വരെ വായിച്ചു. അപ്പോൾ ഒരു വചനം വായിച്ചപ്പോൾ ഞാൻ ഇരുന്ന് ചിരിച്ചു പോയി. കാര്യം പെട്ടെന്ന് എനിക്കത് കത്തിപ്പിടിച്ചു. എന്താ പറഞ്ഞതെന്നറിയാവോ? നീ ധനികനാകാൻ സ്വർണം എന്നോട് വാങ്ങിക്കുകയെന്ന്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ലിങ്ക് ചെയ്ത് എന്താണെന്നറിയാവോ? നീ ഒന്ന് പറഞ്ഞേ, വെളിപാട് 3:18 ഒന്ന് പറഞ്ഞേ, നീ ധനികനാകാൻ സ്വർണം എന്നോട് വാങ്ങിക്കുക. അപ്പോൾ ഈശോ എന്താണ്, ഈശോയുടെ വചനമാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്താണ്? ലൂക്കാ 12:21 എന്താണ്? ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാവുക അല്ലേ? അപ്പോൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകുന്നത് എങ്ങനെയാണ്? എങ്ങനെ നമുക്ക് ദൈവ തിരുസന്നിധി സമ്പന്നനാകാമെന്നാണ് വെളിപാട് പറയണത്. വെളിപാട് എന്താ പറയണത്? നീ സമ്പന്നനാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വർണം എന്നോട് വാങ്ങിക്കാം. അപ്പം നമ്മൾക്ക് സമ്പത്ത് കർത്താവിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. നമ്മൾ ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാൻ. അതെന്നാ സമ്പത്തായിരിക്കും തരണത്? അത് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1:7 ദൈവത്തിൽ നിന്ന് വാങ്ങിക്കണ സമ്പത്ത് എന്താണെന്ന് പറയുന്നുണ്ട്. പറഞ്ഞാൽ മനസ്സിലായ? പത്രോസ് 1:7 പത്രോസ് 1:7 അതായത് വിശ്വാസം, അതായത് സ്വർണ്ണ ഉലയിൽ എന്നതുപോലെ, അതായത് സ്വർണം ഉലയിൽ ശോധന ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഉലയിൽ ശോധന ചെയ്ത സ്വർണം പോലെയാണ് പരീക്ഷകളെ അതിജീവിച്ച നിന്റെ വിശ്വാസം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം സമ്പത്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? സമ്പത്ത് മനസ്സിലായില്ലേ? നീ സമ്പന്നനാകാൻ വെളിപാട് 3:18 പറയും, സ്വർണം എന്നോട് മേടിക്കാൻ. എന്താണ് അവിടുത്തെ സ്വർണം എന്ന് പറയണത്? അതായത് ഉലയിൽ ശോധന ചെയ്ത സ്വർണം പോലെയാണ് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം. ദൈവം നോക്കണത് എന്താ? നിൻ്റെ കയ്യിലുള്ള വിശ്വാസം ഫസ്റ്റ് ഹാൻഡ് വിശ്വാസമാണോ, അതാ പരീക്ഷകളെ അതിജീവിച്ചതാണോ? പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സമ്പത്ത്. ദൈവം കാണുന്ന സമ്പത്ത്. ദൈവം സമ്പത്തെന്ന് പറയണത് അതാണ്. നിനക്ക് പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമാണ് നിൻ്റെ കയ്യിൽ. അതെന്തിനാ പറയണത്? വേനൽക്കാലത്തെക്കുറിച്ച് കർത്താവ് പറയത്തില്ലേ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 13:18 അത്തിമരത്തിൻ്റെ നിന്ന് നിങ്ങൾ പാഠങ്ങൾ പഠിക്കുവിൻ, അതിൻ്റെ കമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം വന്ന് നിങ്ങൾ പറയുന്നു അല്ലേ? അത് അപ്പോൾ വേനൽക്കാലത്ത് എന്താ സംഭവിക്കണത്? കമ്പുകൾ, അത്തിമരം കൊഴിഞ്ഞു പോകും. കൊഴിഞ്ഞു പോയി കഴിഞ്ഞിട്ടാണ് വേനൽക്കാലത്തിൻ്റെ അന്ത്യത്തിലാണ് ഈ സംഭവം തളർത്തൊക്കെ വരണത്. അപ്പം അതുപോലെ ഇക്കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ
മനുഷ്യപുത്രൻ വാതിക്കൽ എത്തിയിരിക്കുന്നുവെന്ന് കരുതുവിൻ. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം ശോധന ചെയ്യപ്പെടുന്ന കാലം. വിശ്വാസം അഗ്നി പരീക്ഷകളിലൂടെ പോകുമ്പോൾ കർത്താവ് വെളിപ്പുറത്തുണ്ടെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. കൈ അടിച്ച് കർത്താവ് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. കരങ്ങൾ വീശി യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും. അപ്പോൾ എൻ്റെ മക്കളുടെ കാര്യം മനസ്സിലാക്കണം. 1 പത്രോസിൻ്റെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 1 പത്രോസിൻ്റെ 1:7 പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസം, ശോധന ചെയ്ത വിശ്വാസം, അതായത് പരീക്ഷണങ്ങളെ അതിജീവിച്ച വിശ്വാസം, അതാണ് അവശേഷിക്കുന്ന വിശ്വാസം. അവശേഷിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഒരു വിഷമസന്ധി നിൻ്റെ മുമ്പിൽ, എല്ലാവരുടെയും ജീവിത സന്ധികളിൽ വിഷമസന്ധികൾ ഉണ്ടാവും. ഇപ്പം ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞില്ലേ? ഇല്ലേ? ഞെരുക്കങ്ങൾ ഇപ്പം ലോകത്തിൻ്റെ സ്വഭാവമാണത്. പ്രകൃതിയാണ്. ഇവിടെയുള്ള സഹന സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്, നമുക്ക് മാത്രമല്ല. ഈ പ്രപഞ്ചത്തിൽ വരുമ്പോൾ സന്തോഷമുള്ളതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സങ്കടങ്ങളും ഉണ്ട്. നിത്യത ബാലൻസ് വെച്ചാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭിക്കണ സന്തോഷം നോക്കുമ്പോൾ, ഭൗതികമായി കിട്ടണ സന്തോഷം നോക്കുമ്പോൾ അതിനുവേണ്ടി മുടക്കണ സങ്കടങ്ങളും ടാലിയായിട്ട് അത് ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. ഒന്നും മിച്ചം ഉണ്ടാകത്തില്ല. എന്തെങ്കിലും മിച്ചമുണ്ടെന്നുണ്ടെങ്കിൽ നിത്യത മാത്രമേ മിച്ചമുള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ശരീരം നമുക്ക് സന്തോഷം തരണമെങ്കിൽ നമ്മുടെ ശരീരമല്ലേ തരത്തുള്ളൂ, അല്ലേ? സെൻഷ്വൽ, അതായത് ഐന്ദ്രികമായ സന്തോഷമാണ് നമുക്ക് ലഭിക്കണത്. ഇപ്പോൾ ഭക്ഷണമായാലും ശരി, വേറെ എന്ത് വിഷയമായാലും ശരി, ഇന്ദ്രിയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സന്തോഷമാണ് മനുഷ്യന് ഉള്ളത്. സങ്കടവും, പക്ഷേ അതേസമയം തന്നെ അത്രയും തന്നെ സങ്കടവുമുണ്ട്. അപ്പോൾ സങ്കടവും സന്തോഷവും നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ നമുക്ക് മുതലാവത്തില്ല, ടാലിയായിട്ട് നിൽക്കും. ചിലപ്പോൾ സങ്കടം കൂടി നിൽക്കും, സന്തോഷം കുറഞ്ഞിരിക്കും. പിന്നെ ഈ ജീവിതം എന്തിനാ? ഈ ജീവിതം നിത്യജീവന് വേണ്ടിയാണ്. കൈയടിച്ച് കർത്താവ് നിത്യജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ ജീവിതത്തെ വിലയിരുത്തുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കച്ചവടം നഷ്ടമാണ്. നമ്മുടെ കച്ചവടം ലാഭത്തിൽ പോകാൻ വേണ്ടിയാണ് അവൻ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് ഈ പ്രോജക്റ്റിന് മുടക്കിയിരിക്കുന്നത്. കൈ അടിച്ച് കർത്താവ് അപ്പോൾ അവശേഷിക്കുന്ന വിശ്വാസം. അവസാനം ഈശോ എന്താ പറഞ്ഞത്? 18:7 ലൂക്കായുടെ സുവിശേഷത്തിലെ ലൂക്ക 18:7 എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ അല്പമെങ്കിലും വിശ്വാസം അവശേഷിക്കുന്നുണ്ടാകുമോ? ചോദ്യമാണ്. ഒരു സാധുവിധവ എപ്പോഴും അവനെ അലട്ടിക്കൊണ്ടിരുന്നു, നീതിയില്ലാത്ത ന്യായാധിപനെ. അപ്പോൾ നീതിയില്ലാത്ത ന്യായാധിപൻ ഇങ്ങനെ ചിന്തിച്ചോ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, എങ്കിലും ഈ വിധവ വന്ന് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. നിർദ്ദയനായി കാര്യസ്ഥൻ പറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? കാലവിളംബം വരുത്താതെ നിനക്ക് നീതി നടത്തി തന്നാലും നിൻ്റെ കഴിഞ്ഞ കാല ഇങ്ങനെ വന്നും പോയും പ്രാർത്ഥന കേൾക്കാതെ ഇട്ട് നടത്തിയിട്ടുള്ള കാലങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശീലനം നിനക്ക് ലഭിച്ചെങ്കിൽ പോലും ദൈവം നോക്കണത് എന്താണ്? ആ വിധവയുടെ കാര്യങ്ങൾ നടന്നോ? വിധവയ്ക്ക് എന്താ സംഭവിച്ചത്? അവിടെ ഭൂമിയോ അവിടെ പറമ്പോ വീടോ ആരോ കൈകയറി 5-8 പ്രാവശ്യം ഈ മനുഷ്യൻ്റെ അരമനെ കയറി ഇറങ്ങിയിട്ട് ഇയാൾ നോക്കിയില്ല. അവസാനം ഇവിടെ ശല്യമായല്ലോ എന്ന് ഓർത്തിട്ട് അയാൾ വിചാരിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നില്ല, മനുഷ്യനെ മാനിക്കുന്നില്ല, പക്ഷേ ഇവരെന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. കർത്താവ് എന്താ ചോദിക്കണത്? നിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നാലും, നീ പ്രാർത്ഥിച്ച ഉടമ്പടി കാര്യങ്ങളെല്ലാം സാധിച്ചാലും ദൈവത്തിൻ്റെ ഒരു ഉത്കണ്ഠയുണ്ട്. അതിന് ഞാനും മറുപടി പറയേണ്ടി വരും. എന്താണ്? നീ IELTS പാസ്സാകും, നിനക്ക് വിസ ശരിയാകും, നീ അവിടെ ജോലി പോകും, അവിടെ PR കിട്ടും, നാട്ടിലെ കടം തീർക്കും, അപ്പനെ അമ്മനെ അവിടെ കൊണ്ടുപോകും, നീ പ്രസവിച്ച് കഴിഞ്ഞ് അപ്പനെ അമ്മനെ പറഞ്ഞ് നാട്ടിൽ വിടും, അവർ നാട്ടിൽ കിടന്ന് മരിക്കും, നിൻ്റെ ഭർത്താവ് നിൻ്റെ കാശടിച്ച് മാറ്റും, അവൻ കാശും കട അയക്കത്തില്ല. നീ ഇങ്ങനെ ഓരോ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നോക്കിയിട്ട് അവസാനം കർത്താവ് ഒരു ചോദ്യം ചോദിക്കും. എന്താണ്? പരീക്ഷകളെ അതിജീവിച്ച വിശ്വാസമുണ്ടോ? നിൻ്റെ വിശ്വാസത്തിന് ഉത്തരം കിട്ടിയപ്പോൾ, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കേട്ടപ്പോൾ നിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഓക്കെ ആയി. പക്ഷെ നിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഓക്കെ ആയിട്ട് കർത്താവിനെ